നമസ്കാരം. നാം ചവിട്ടി നടക്കുന്ന മണ്ണും അതിനു താഴെയുള്ള ഭൂഗർഭ ലോകവും ശാസ്ത്രലോകത്തിന് എപ്പോഴും വിസ്മയങ്ങൾ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന ഒരു നിഗൂഢ അറയാണ്. വനങ്ങളും പുൽമേടുകളും നിറഞ്ഞ ഭൂമിയിലെ ഉപരിതലത്തിന് തൊട്ടു താഴെ മനുഷ്യനേത്രങ്ങൾക്ക് അദൃശ്യമായ ഒരു ജീവൽ ശൃംഖല നിലനിൽക്കുന്നുണ്ടെന്ന് ശാസ്ത്രജ്ഞർ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നു. പ്രശസ്ത സയൻസ് ഫിക്ഷൻ നോവലായ പ്രോജക്റ്റ് ഹെയിൽ മേരിയിലെ അതിശയകരമായ അന്യജീവികളോട് ഉപഗമിക്കാവുന്ന തരത്തിൽ ഭൂമിയിലുടനീളം പടർന്നു കിടക്കുന്ന ഒരു ഭീമാകാരമായ ഫംഗസ് ശൃംഖലയാണ് ഗവേഷകർ വിജയകരമായി മാപ്പ് ചെയ്തിരിക്കുന്നത്. ഏകദേശം 110 ക്വാഡ്രില്യൺ, അതായത് 11,000 കോടി കിലോമീറ്റർ നീളത്തിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ ശൃംഖലയ്ക്ക് ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള ദൂരത്തിൻ്റെ 100 കോടി മടങ്ങ് നീളമുണ്ട് എന്ന യാഥാർത്ഥ്യം പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ജൈവവസ്തുക്കളിൽ ഒന്നിനെയാണ് പ്രകൃതി നമുക്കായി കാത്തുവച്ചിരിക്കുന്നതെന്ന് തെളിയിക്കുന്നു. സൊസൈറ്റി ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് അണ്ടർഗ്രൗണ്ട് നെറ്റ്വർക്ക്സ് എന്ന അന്താരാഷ്ട്ര ഗവേഷക കൂട്ടായ്മയാണ് ഈ വിപ്ലവാത്മക കണ്ടെത്തലിന് പിന്നിൽ പ്രവർത്തിച്ചത്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ശേഖരിച്ച 16,000-ലധികം മണ്ണ് സാമ്പിളുകളും അത്യാധുനിക കമ്പ്യൂട്ടർ മോഡലിങ്ങുകളും ഉപയോഗിച്ചാണ് സസ്യങ്ങളുടെ വേരുകളുമായി സഹവർത്തത്തിൽ കഴിയുന്ന AM ഫംഗൈ ആഗോള ഭൂപടം ഇവർ തയ്യാറാക്കിയത്. ഇത് ഭൂമിയെ ചുറ്റിപ്പിണഞ്ഞു കിടക്കുന്ന ഒരേ ഒരു ഭീമൻ ഫംഗസ് അല്ല, മറിച്ച് ലോകമെമ്പാടുമുള്ള വിവിധ ആവാസ വ്യവസ്ഥകളിൽ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന കോടിക്കണക്കിന് സൂക്ഷ്മ ഫംഗസ് നാരുകളുടെ ആകെത്തുകയാണ്. ഏകദേശം 475 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് സസ്യങ്ങൾക്ക് ഭൂമിയിൽ വേരുറപ്പിക്കാൻ സഹായിച്ച ഈ പുരാതന ജീവജാലങ്ങൾ ഇന്നും ഭൂമിയിലെ ജീവൻ്റെ നിലനിൽപ്പിനെ നിശബ്ദമായി താങ്ങി നിർത്തുന്നു. ശാസ്ത്രലോകം വുഡ് വൈഡ് വെബ് എന്ന് വിശേഷിപ്പിക്കുന്ന ഈ പ്രതിഭാസം സസ്യങ്ങൾ തമ്മിലുള്ള ഒരു പ്രകൃതിദത്ത ആശയവിനിമയ ശൃംഖലയായിട്ടാണ് പ്രവർത്തിക്കുന്നത്. സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിലൂടെ ഉൽപ്പാദിപ്പിക്കുന്ന പഞ്ചസാര ഈ ഫംഗസുകൾക്ക് നൽകുമ്പോൾ പകരം മണ്ണിലെ ആഴങ്ങളിൽ നിന്ന് വെള്ളവും ഫോസ്ഫറസ്, നൈട്രജൻ തുടങ്ങിയ അവശ്യ പോഷകങ്ങളും സസ്യങ്ങൾക്ക് ഫംഗസുകൾ എത്തിച്ചു നൽകുന്നു. ഒരു സ്വാഭാവിക വ്യാപാര കരാർ പോലെ പ്രവർത്തിക്കുന്ന ഈ ശൃംഖല വഴി കാടുകളിലെ മരങ്ങൾ പരസ്പരം പോഷകങ്ങൾ പങ്കുവയ്ക്കുകയും രോഗങ്ങളോ വരൾച്ചയോ കീടങ്ങളുടെ ആക്രമണമോ ഉണ്ടാകുമ്പോൾ മറ്റ് സസ്യങ്ങൾക്ക് അഭയസൂചനകൾ നൽകുകയും ചെയ്യും. ഈ ഭൂഗർഭ മേഖലയുടെ പിന്തുണ ഇല്ലെങ്കിൽ ഭൂമിയിലെ ഭൂരിഭാഗം സസ്യജാലങ്ങൾക്കും നിലനിൽപ്പ് സാധ്യമാകില്ല എന്നതാണ് യാഥാർത്ഥ്യം. ആഗോള കാലാവസ്ഥാ വ്യതിയാനത്തെ പ്രതിരോധിക്കുന്നതിൽ ഈ ഫംഗസ് ശൃംഖലകൾ വഹിക്കുന്ന പങ്ക് സമാനതകളില്ലാത്തതാണ്. ശാസ്ത്രജ്ഞരുടെ കണക്കുകൂട്ടലുകൾ പ്രകാരം ഭൂമിയിലെ മനുഷ്യരുടെ ആകെ ഭാരതത്തിൻ്റെ 4 ഇരട്ടിയിലധികം വരുന്ന, അതായത് ഏകദേശം 300 മെഗാടൺ കാർബൺ ഈ ഫംഗസ് വലയ്ക്കുള്ളിൽ മാത്രം സംഭരിക്കപ്പെടുന്നുണ്ട്. സസ്യങ്ങളിൽ നിന്നുള്ള കാർബൺ സംയുക്തങ്ങളെ മണ്ണിലേക്ക് ആഗിരണം ചെയ്യുന്നതിലൂടെ പ്രതിവർഷം 1 ബില്യൺ മെട്രിക് ടൺ കാർബൺ അന്തരീക്ഷത്തിൽ കലരാതെ മണ്ണിൽ തന്നെ നിലനിർത്താൻ ഇവയ്ക്ക് സാധിക്കും. പുൽമേടുകളിലും ഫ്ലോറിഡയിലെ എവർഗ്ലേഡ്സ്, ദക്ഷിണ സുഡാനിലെ സുഡ് തുടങ്ങിയ ചതുപ്പ് നിലങ്ങളിലുമാണ് ഇവ ഏറ്റവും സാന്ദ്രമായി കാണപ്പെടുന്നത്. കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് നിയന്ത്രിച്ച് ഭൂമിയിലെ താപനില ക്രമീകരിക്കുന്നതിൽ ഈ അദൃശ്യ ജൈവ കവചം നിർണായക പങ്കാണ് വഹിക്കുന്നത്. എന്നാൽ ആധുനിക മനുഷ്യൻ്റെ അനിയന്ത്രിതമായ ഇടപെടലുകളും തീവ്രമായ കൃഷിരീതികളും ഈ പ്രകൃതിദത്ത ശൃംഖലയ്ക്ക് വലിയ ഭീഷണി ഉയർത്തുന്നുണ്ടെന്ന് പഠനങ്ങൾ മുന്നറിയിപ്പ് നൽകുന്നു. രാസവളങ്ങളുടെ അമിതമായ ഉപയോഗവും ആഴത്തിലുള്ള ഡില്ലിങ്ങും കാരണം കൃഷിഭൂമികളിലെ ഫംഗസുകളുടെ സാന്നിധ്യം സ്വാഭാവിക ആവാസ വ്യവസ്ഥകളെ അപേക്ഷിച്ച് 50% കുറഞ്ഞിട്ടുണ്ട്. ഇത് വിളകളുടെ പ്രതിരോധ ശേഷി തകർക്കുകയും കൃത്രിമ വളങ്ങളെ കൂടുതൽ ആശ്രയിക്കേണ്ട അവസ്ഥ സംജാതമാക്കുകയും ചെയ്യും. വന്യജീവികളെയും വനങ്ങളെയും സംരക്ഷിക്കാൻ കാട്ടുന്ന ജാഗ്രത മൺമറഞ്ഞു കിടക്കുന്ന ഈ ജൈവ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ സംരക്ഷണത്തിലും റീസ്റ്റോറേഷൻ പ്രക്രിയയിലും ഉണ്ടാകേണ്ടതുണ്ട്. കേവലം ചവിട്ടിമെതിക്കാനുള്ള മണ്ണല്ല, മറിച്ച് ഭൂമിയുടെ ജീവതളം നിലനിർത്തുന്ന 110 ക്വാഡ്രില്യൺ കിലോമീറ്ററിൻ്റെ ഈ അത്ഭുത ശൃംഖലയെ കാത്തുസൂക്ഷിക്കേണ്ടത് വരും തലമുറകളുടെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണ്. വെബ് ഡെസ്ക് തത്വമൈ TV.